ഹലോ മക്കളെ, റിയോപ്റ്റിക്സിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത് ലീനിയർ മാഗ്നിഫിക്കേഷനെ പറ്റിയാണ്. നോക്ക്, നമ്മളാണെങ്കിൽ തൊട്ട് മുന്നേ ആണെങ്കിൽ മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു അല്ലേ? ഇതൊരു കോൺകേവ് മിററാണ്. ഇത് മിററാണ്, കോൺകേവ് മിററാണ്. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് വെച്ചു. ഇതാണ് OB, ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ ഉറപ്പായി എന്ത് ചെയ്യും? ലൈറ്റ് റേ ഇങ്ങനെ പോകും. ഇവൻ ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യും? അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്ത ലൈറ്റ് റേ എടുക്കാൻ പോവുകയാണ്. അത് ഞാനാണെങ്കിൽ പോഡിലേക്ക് കൊണ്ടുവന്നു. അതെന്ത് ചെയ്യും? അതിങ്ങോട്ട് പോകും. ശരിയാണോ? പോഡിൽ നിന്നും ഇങ്ങോട്ട് പോകും. സോ ഇവിടെ എന്തുണ്ടാവും? ഇമേജ് ഉണ്ടാവും. ഇതെന്താണ്? IM എന്താണ്? ഇമേജ് ആണ്. ഇക്കാര്യം നമുക്കറിയാം. സോ ഇവിടെയാണെങ്കിൽ ഞാൻ ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവുകയാണ്. ട്രയാങ്കിൾ കണ്ടോ നിങ്ങൾ? ഈ ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് മറ്റൊരു ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. കാര്യം എത്ര ആംഗിളിലാണോ ഈ റേ വരുന്നത് അത്രയും ആംഗിൾ തന്നെയാണ് തിരിച്ചു പോകുന്നത്. സോ ഈ ഉണ്ടാക്കുന്ന ആംഗിൾസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ആരാണ്? BOP, ട്രയാങ്കിൾ BOP which is similar to ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആണ്? MI, ഇത് I ആണ് കേട്ടോ. MIP, ട്രയാങ്കിൾ MIP. നമുക്കറിയാം ഇത് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, ഇത് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. സോ എങ്ങനെ പറയാം? ഇത് ഇവിടെയാണെങ്കിൽ പറയാം OB അല്ലെങ്കിൽ വേണ്ട, തിരിച്ച് പറയാം. IM divided by OB which is equal to, IMന് പകരം എന്ത് പറയണം? ഈ സൈഡ് എന്താണ്? ഇതാണ് PI divided by PO. മക്കളെ, ഈ റേഷ്യോ എന്താടാ? ഇത് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. ശരിയാണോ? ഹൈറ്റ് ഓഫ് ഇമേജ് എങ്ങനെയാണ്? താഴേക്കാണ്. സോ ഇത് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, മൈനസ് ആണ്. കാര്യം എന്താണ്? താഴേക്കുള്ള അളവ് എന്താ എങ്ങനെ എടുക്കണം? മൈനസ് ആയിട്ട് എടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. എന്താണ്? പോസിറ്റീവ് ആണ്, മുകളിലേക്ക് അളക്കുകയാണ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും ആണ് അളക്കേണ്ടത്. സോ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന്, പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് താഴേക്ക് അളക്കുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. മുകളിലേക്ക് അളക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി എന്താണത്? ഇതെന്താണ്? PI എന്താണ്? പോളിൽ നിന്നും ഇമേജിലേക്ക് ഉള്ള അളവ് അല്ലേ? ലൈറ്റ് ഇങ്ങനെ വരുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കുന്നത് എങ്ങനെയാണ്? അത് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ്. ഇനി എന്താണത്? പോളിൽ നിന്നും ഇമേജിലേക്ക് അളക്കുന്നത് എന്താണ്? അത് V ആണ്. സോ നെഗറ്റീവ് V ഡിവൈഡ് ബൈ ഇതെന്താണ്? PO എന്താണ്? പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് അളക്കുന്നത്. സോ പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് അളക്കുന്നത് എന്താണ്? അത് U ആണ്. അത് നെഗറ്റീവ് U ആണ്. സോ ഈ HI ഡിവൈഡ് ബൈ HO, ഈ റേഷ്യോ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? സോ മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സോ ഈ മൈനസും ക്യാൻസൽ ആകും. ഇതിവിടെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -V ഡിവൈഡ് ബൈ U എന്ന് കിട്ടും. സോ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ. ഇത് റേഷ്യോ ആണ്. സോ ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് എത്ര വലുതാണ് എന്ന് പറയുന്ന റേഷ്യോയെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. സോ എന്താ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് എന്തുമാത്രം വലുതാണെന്ന് കണക്കാക്കുന്ന റേഷ്യോ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? -V ഡിവൈഡ് ബൈ U എന്നാണ്. മക്കളെ മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. ഇനി നമുക്ക് മിറർ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മാഗ്നിഫിക്കേഷനെ മിറർ ഫോമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിറർ ഫോമിൽ എന്താണ്? -1/V അല്ലെങ്കിൽ 1/U പ്ലസ് 1/V വിച്ച് ഈസ് ഈക്വൽ ടു 1/F ആണ്. ഇത് മിറർ ഫോമിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് ആരെ വേണം? നമുക്ക് ഇവിടെയാണെങ്കിൽ V ഡിവൈഡ് ബൈ U വേണം. സോ ഇവിടെ -V/U വേണം. ശരിയാണോ? സോ ഞാൻ എല്ലാത്തിനെയും ആണെങ്കിൽ ഒരു -V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ മൾട്ടിപ്ലൈ ബൈ -V, എല്ലാത്തിനും ഒരു -V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം എങ്ങനെ കിട്ടും മക്കളെ? -V/U പ്ലസ് -V/V വിച്ച് ഈസ് ഈക്വൽ ടു -V ഡിവൈഡ് ബൈ F. എല്ലാം ഒരു -V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
സോ നമുക്ക് എന്ത് കിട്ടി? ഇത് മാഗ്നിഫിക്കേഷൻ ആണ്. നമുക്ക് മാഗ്നിഫിക്കേഷനെ സ്മോൾ എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. മാഗ്നിഫിക്കേഷനെ സ്മോൾ എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. സോ എന്താണ് മക്കളെ? ഇത് മാഗ്നിഫിക്കേഷൻ ആണ്. എന്താണ് ഇത്? -1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -v ഡിവൈഡ് ബൈ എഫ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. നോക്ക്, ഇതിനെയാണെങ്കിൽ നമുക്ക് വേണം, ഇതിന് മാഗ്നിഫിക്കേഷൻ നമുക്ക് വേണം. ഇവിടെ കൊണ്ടുപോയാൽ പോരെ? മതി. സോ ഇത് പ്ലസ് ആയിട്ട് മാറും. സോ മാഗ്നിഫിക്കേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഉണ്ടോ? ഇത് പ്ലസ് ആയിട്ട് മാറും, 1 ആയിട്ട് മാറും, -v ഡിവൈഡ് ബൈ എഫ്. സോ മാഗ്നിഫിക്കേഷൻ എം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എഫിനെ എടുക്കാം. ഇതിവിടെ വരുമ്പോൾ എഫ് മൈനസ് വി എന്ന് വരും. സോ ആൻസർ എന്താണ്? എഫ് മൈനസ് വി ഡിവൈഡ് ബൈ എഫ് ആണ് മാഗ്നിഫിക്കേഷൻ. കിട്ടത്തില്ലേ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? യുവിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പം ഞാൻ വി വെച്ചാണ് മാഗ്നിഫിക്കേഷൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്ക് യുവിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? വീണ്ടും ഇക്വേഷൻ എഴുതണം. മാഗ്നിഫിക്കേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു -v ഡിവൈഡ് ബൈ യു ആണ്. ഇതാണ് മാഗ്നിഫിക്കേഷൻ. ശരിയല്ലേ? മിറർ ഇക്വേഷൻ എഴുതി. മിറർ ഇക്വേഷൻ എന്താണ്? 1/u പ്ലസ് 1/v വിച്ച് ഈസ് ഈക്വൽ ടു 1/f എന്നാണ്. സോ നമുക്ക് ഇവിടെയാണെങ്കിൽ നമ്മൾ നേരത്തെ ആണെങ്കിൽ എന്ത് ചെയ്തു? ഈ യുവിനെ ആണെങ്കിൽ എം ആയിട്ട് മാറ്റി. ഇനി ഞാൻ യുവിനെ അല്ല, ഞാൻ വിയെ എം ആക്കി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം? ഞാൻ ഇതിനെയാണെങ്കിൽ എല്ലായിടത്തും ആണെങ്കിൽ ആരും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഒരു യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ മൾട്ടിപ്ലൈ വിത്ത് -u. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം എങ്ങനെ കിട്ടും മക്കളെ? ഇത് -u വരുവാടാ. എന്ത് ചെയ്യും? -u ഡിവൈഡ് ബൈ യു എന്ന് വരും. പ്ലസ് -u ഡിവൈഡ് ബൈ വി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു -u ഡിവൈഡ് ബൈ എഫ് എന്ന് വരും. സോ ഈ -1 ആയിട്ട് മാറത്തില്ലേ? ഇത് വരും. ഇത് -u ഡിവൈഡ് ബൈ വി വിച്ച് ഈസ് ഈക്വൽ ടു -u ഡിവൈഡ് ബൈ എഫ് എന്ന് കിട്ടും. ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റെസിപ്രോക്കലാണ്. ശരിയാണോ? സോ -v/u എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും ഭാഗത്തിന് പകരം എന്ത് പറയാം നമുക്ക്? 1/m വിച്ച് ഈസ് ഈക്വൽ ടു -u ഡിവൈഡ് ബൈ വി എന്ന് പറയും. സോ എന്താണിത്? -1/m ആണ്. നോക്കൂ മക്കളെ, -1 നമ്മൾ അതുപോലെ എഴുതി. ഇതെന്താടാ? +1/m ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? -u ഡിവൈഡ് ബൈ എഫ് ആണ്. നമുക്ക് ഈ 1/mനെ അതുപോലെ ഇടാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവാം. -u ഡിവൈഡ് ബൈ എഫ് ഇതെന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ 1 +1 ആയിട്ട് മാറും. സോ 1 ഉണ്ടോ? ഇത് +1 ആയിട്ട് മാറും. -u ഡിവൈഡ് ബൈ എഫ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് ഇവിടെ വരുമ്പോൾ എഫ് -u എന്ന് കിട്ടും. ശരിയാണോ? സോ 1/m വിച്ച് ഈസ് ഈക്വൽ ടു എഫ് -u ബൈ എഫ്. അങ്ങനെയെങ്കിൽ എം വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എഫ് -u എന്ന് കിട്ടും. സോ 1/m തലതിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? എം വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എഫ് -u എന്ന് കിട്ടും. സോ മാഗ്നിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാൻ കഴിയും. ഇക്വേഷൻ മനസ്സിലായോ? സോ ബേസിക് ഇക്വേഷൻ എന്താണ്? ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇത് നമുക്ക് മിറർ ഇക്വേഷനിലാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്ത ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും. കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇത് നോക്കൂ മക്കളെ, ഇത് നോക്കടാ. നോക്കൂ മക്കളെ, അടുത്ത ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നോക്ക് മാഗ്നിഫിക്കേഷൻ നോക്കിയിട്ട് പറയാൻ കഴിയും ഇമേജിൻ്റെ സ്വഭാവം എന്തെന്ന് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്ന് കരുതിക്കോ. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എം വിച്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അതായത് -v/u ആണ്. സോ ഇവിടെയാണെങ്കിൽ ഓൾറെഡി ഒരു മൈനസ് കിടക്കുന്നുണ്ട്. ഈ മൈനസ് മാറണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തായിരിക്കണം? മൈനസ് സൈൻ വരണം. ശരിയാണോ? എന്നാലേ പോസിറ്റീവ് ആവുകയുള്ളൂ. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് കിടപ്പുണ്ട്. ഈ മൈനസ് മാറണമെങ്കിൽ ഇതിൽ ഒരാൾ എന്ത് ചെയ്യണം? അത് മൈനസായി മാറേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഒരു സാധാരണഗതിയിലാണെങ്കിൽ ഇമേജ് ഫോർമേഷൻ നടക്കുമ്പോൾ ഇവിടെ ഞാൻ ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചു. ഇതൊരു കോൺകേവ് മിററാണ്. ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. സോ ഇത് പോളാണ്. പോളിൽ നിന്നും എപ്പോഴും നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റിലേക്കുള്ള ഇമേജ് ഡിസ്റ്റൻസ് അളക്കുന്നത് അല്ലേ? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ അളക്കുന്നത്. സോ യു എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. യു ഓൾറെഡി നെഗറ്റീവാണ്. ഇനി നമ്മൾ വി അളന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇമേജിനെയാണ് നോക്കേണ്ടത്. ഇമേജ് എന്ന് പറയുന്നത് നോക്ക് ഇത് ഓൾറെഡി നെഗറ്റീവായി. ഇനി ഇമേജ് എന്തായിട്ട് മാറണം? ഇമേജ് പോസിറ്റീവായിട്ട് മാറണം. പോസിറ്റീവ് ആകണമെങ്കിൽ ഈ നെഗറ്റീവും ക്യാൻസൽ ആയി പോകും. ഇനി ഇമേജ് എന്തായിട്ട് മാറണം?
ഇത് പോസിറ്റീവ് ആകണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആകണമെങ്കിൽ ഈ നെഗറ്റീവ് ക്യാൻസലായി മാറി. ഇനി വി എന്തായിട്ട് മാറണം? വി പോസിറ്റീവായിട്ട് മാറണം. വി എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. സോ ഇമേജ് അവിടെ ഫോം ചെയ്യണം. ഇമേജ് മിററിൻ്റെ ബാക്കിൽ ഫോം ചെയ്യണം. ഇമേജ് ബാക്കിൽ ഫോം ചെയ്താൽ എന്താണെങ്കിൽ അത് വിർച്വൽ ആയിരിക്കും. കണ്ടോ? വിർച്വൽ ഇമേജ് ആയിരിക്കും. സോ ഇത് വിർച്വൽ ഇമേജ് ആയിരിക്കും. എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് മീനിങ് എന്താണ്? അത് വിർച്വൽ ഇമേജ് ആണ്. അത് ഇറക്റ്റ് ആയിരിക്കും, നിവർന്നിരിക്കുന്നതായിരിക്കും. കണ്ടോ? വിർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ആണെന്ന് പറയും. കാര്യം മനസ്സിലായോടാ? സോ എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് എൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇത് ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലായി വിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയേ തിരികെയുള്ളൂ. കാരണം എന്താണ്? യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ വി എന്ന് പറയുന്നത് എന്തായിരിക്കണം? വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകണം. പോസിറ്റീവ് ആകണമെങ്കിൽ ഇമേജ് ഉണ്ടാവേണ്ടത് മിററിൻ്റെ ബാക്കിലാണ്. സോ അത് വിർച്വൽ ആയിരിക്കും. മിററിൻ്റെ ബാക്കിലുള്ള ഇമേജ് നമ്മൾ പഠിച്ചാണ് എങ്ങനെയാണത്? ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്നിക്കുന്ന ഇമേജ് ആണ്. സോ അത് നിവർന്നിക്കുന്നതായിരിക്കും. ഓക്കെ ആണോ? സോ എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി പറഞ്ഞോണം, സാർ ഇമേജിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? മിററിൻ്റെ ബാക്കിലാണ് ഫോം ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ വിർച്വൽ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇനി സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണ്, എം നെഗറ്റീവ് ആണ്. അതിൻ്റെ മീനിങ് എന്ത്? എം നെഗറ്റീവ് ആണെങ്കിൽ ഓൾറെഡി ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് എന്ത് ക്യാൻസലായി പോയി. കണ്ടോ? ഈ നെഗറ്റീവ് ക്യാൻസലായി പോയി. പിന്നെ വി ആണ് നോക്കേണ്ടത്. വി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. വി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ആണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വരികയാണ്, നമ്മൾ വി ഇങ്ങനെ മെഷർ ചെയ്യണം. സോ വി ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ റിയൽ ഇമേജ് ആയിരിക്കും. അതെന്തായിരിക്കണം? റിയൽ ആയിരിക്കണം. അതുപോലെ ഇൻവെർട്ടറാണ്, തലകീഴായിട്ടിരിക്കണം. മനസ്സിലായോ? സോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ഇങ്ങനെ മനസ്സിലായി. ഇനി നോക്ക്, എൻലാർജ് ഇമേജ് ആണ്. നമുക്കറിയാം എം വിച്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. ഇവിടെയാണെങ്കിൽ 1നേക്കാളും വലിയ വാല്യൂ വരും. ഇതിൻ്റെ വാല്യൂ വലുതാണ്. ഇത് വലുതാണ്. ആരെക്കാളും? 1നേക്കാളും വലുതാണ്. അതിന് മീനിങ് പറഞ്ഞു തന്നെ. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് വലുതായിരിക്കും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനേക്കാളും. ഹൈറ്റ് ഓഫ് ഇമേജ് വലുതും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ചെറുതുമാണ്. അതിൻ്റെ മീനിങ് എന്താണ്? എൻലാർജ്ഡ് ആണ്, വലുതാണ്. ഇനിയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 1നേക്കാളും ചെറുതാണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അത് 1നേക്കാളും ചെറുതാണ്. അതിന് മീനിങ് എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വലുതും ഹൈറ്റ് ഓഫ് ഇമേജ് ചെറുതുമാണ്. അതിന് മീനിങ് എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വലുതും ഇമേജ് ചെറുതുമാണ്. അതായത് ഡിമിനിഷ്ഡ് ആണ്, ചെറുതായി പോയി. മനസ്സിലായോ? സോ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തരുന്നത്. ഇങ്ങനെ പറയും, എം വിച്ച് ഈസ് ഈക്വൽ ടു -0.2, എം which is equal to the m1, m2 which is equal to 0.02, m3 which is equal to -8, m4 which is equal to +5.2. ഓക്കെ, ഇതിൻ്റെ മീനിങ് പറഞ്ഞു തരാമോ? അപ്പോൾ നിങ്ങൾ പറയും സാർ ഇവിടെയാണെങ്കിൽ ഇവിടെ 1നേക്കാളും ചെറുതാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. ഇത് ഡിമിനിഷ്ഡ് ആണ്. ഇതെന്താണ്? 1നേക്കാളും ചെറുതാണ്, ഡിമിനിഷ്ഡ്. 1നേക്കാളും വലുതാണ്. കണ്ടോ? ഈ സംഖ്യയാണ് നോക്കേണ്ടത്. 1നേക്കാളും വലുതാണ്. അതെന്താണ്? അത് എൻലാർജ്. 1നേക്കാളും വലുതാണ്, എൻലാർജ്. ഇനി സൈൻ നോക്കണം. പോസിറ്റീവ് സൈൻ ആണ് നോക്കുക. പോസിറ്റീവ് സൈൻ ആണ്. അങ്ങനെ ഇതാണ് വിർച്വൽ ആണ്. ഇതെന്താണ്? നെഗറ്റീവ് സൈൻ ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് റിയൽ. ഇത് പോസിറ്റീവ് സൈൻ ആണ്, വിർച്വൽ. നെഗറ്റീവ് സൈൻ ആണ്, അതിൻ്റെ മീനിങ് എന്താണ്? റിയൽ. സോ നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്താണ്? റിയൽ എന്നാണ്. പോസിറ്റീവ് സൈൻ്റെ മീനിങ് എന്താണ്? വിർച്വൽ എന്നാണ്. മനസ്സിലായോ മക്കളെ? സോ ഇത് വിർച്വൽ ആണ്, ഇത് എൻലാർജ്ഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് എക്സാമ്പിൾ പറഞ്ഞു തരുവാണ് കേട്ടോ. ഇത് ഞാൻ കോൺകേവ് പറഞ്ഞ പറ്റില്ല സംസാരിക്കുന്നത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരുവാണ്. ഇതെന്താണ്? എൻലാർജ് ആണ്. 8 എന്ന് കണ്ടു, എൻലാർജ്ഡ് ആണ്. അതുപോലെ നെഗറ്റീവ് കണ്ടു, അത് റിയൽ ആണ്. ഇത് 1നേക്കാളും ചെറുതാണ്, സോ ഡിമിനിഷ്ഡ് ആണ്. ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് അത് വിർച്വൽ ആണ്. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആയിരിക്കും. സോ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ വിർച്വൽ ആയിരിക്കും. നെഗറ്റീവ് ആണ് റിയൽ, പോസിറ്റീവ് ആണ് വിർച്വൽ. നെഗറ്റീവ് ആണ് റിയൽ, പോസിറ്റീവ് ആണ് വിർച്വൽ. കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എമ്മിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇമേജിൻ്റെ സ്വഭാവം സിമ്പിളായിട്ട് പറയാൻ കഴിയും.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്താണെന്നും ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്താണെന്നും മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എങ്ങനെ കിട്ടിയതെന്നും അത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് മീനിങ് എന്നും അത് ഒന്നിനേക്കാളും ചെറുതാണ് ആയിക്കഴിഞ്ഞാൽ എന്താണ് മീനിങ് എന്നും നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് മീനിങ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മനസ്സിലായ മക്കളെ? സോ ഈ വീഡിയോയിൽ പറയുന്ന കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.